നമ്മുടെ ചീര അവിയലും എന്താ പറഞ്ഞേ രാവിലത്തെ ഇച്ചിരി കിഴങ്ങറി ഉണ്ടായിരുന്നു, അതും എടുത്തു. സാമ്പാറുണ്ട്, പിന്നെ നമ്മുടെ തോരനിരിപ്പുണ്ട്, ഉച്ചയ്ക്കത്തെ ഇത്തിരി മുട്ട പൊരിച്ചുണ്ടായിരുന്നു, അത് വെച്ചിട്ടുണ്ട്. പിന്നെ നെല്ലിക്ക അച്ചാറും ഇത്രയും കൂട്ടി നമ്മളിപ്പോൾ ചോറിനാൻ പോവാണ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇനി അടുത്തൊരു വിഭവമായിട്ട് വരുവാണേ. ഇത് വേറെ ഒന്നുമല്ല, ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് ചീര കിട്ടി കേട്ടോ. കണ്ടോ, നല്ല ഫ്രഷ് ചീരയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു 2 കെട്ട് മേടിച്ചായിരുന്നു. ഇതിൻ്റെ ഒരു പകുതി വെച്ചിട്ടായിരുന്നു ഓരോ കെട്ടും. ഇത് ഞാൻ കഴുകി നല്ല വൃത്തിയാക്കി അതിൻ്റെ പൂവൊക്കെ നുള്ളിക്കളഞ്ഞ്, 1-2 പൂവുള്ളായിരുന്നു, എല്ലാം ഒരു തരം ഇളത്ത ചീര തന്നെയായിരുന്നു. അങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇത് ഞങ്ങളുടെ ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ ഇതിനെ ഒന്നൊരു ചീരാവിയലാക്കാന്നുള്ളതാണ്. ഒരു പഴയ കൂട്ട്, അമ്മൂമ്മയുടെയൊക്കെ ഒരു കൂട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം എന്താ പറയുന്നത്, ചീരാവിയലിനുള്ള കൂട്ടൊക്കെ ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പം ഞാൻ എങ്ങനെയാണ് അതിന് വേണ്ടി അരിയുന്നതെന്നുള്ളത് കാണിച്ചു തരാം ആദ്യം തന്നെ. ഇപ്പം ഞാൻ ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല കട്ടിയുള്ള കമ്പുകൾ നോക്കിയെടുക്കുകയാണ്. നമുക്കിപ്പോൾ അവിയൽ എന്ന് പറയുമ്പോൾ നമുക്കൊരു മുരിങ്ങക്കോലൊക്കെ ചവയ്ക്കുന്ന ഒരു ഇത് വേണമല്ലോ. അപ്പോൾ ആ ഒരു ഇതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു പീസ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചീരയുടെ ഈ ഇച്ചിരി കട്ടിയുള്ള ഭാഗം എടുക്കുന്നത്. ഇപ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ചോട് ഉൾപ്പെടെ കിട്ടുമല്ലോ, വീട്ടിലൊക്കെ ആണെങ്കിൽ ചോട് ഉൾപ്പെടെ എടുക്കാവുന്ന ചീരയാണല്ലോ. അപ്പോൾ അത് നമുക്ക് ചുവട് ഭാഗം നമ്മൾ ഇതായിട്ട് എടുക്കാം. എന്നിട്ട് മേലോട്ട് ഇങ്ങോട്ടൊക്കെ ഉള്ളത് നമ്മൾ ചെറിയ ചെറിയ രീതിയിൽ, ഈ തോരൻ്റെ അത്രയും ചെറുതൊന്നും ആക്കണ്ട, എങ്ങനെ വേണേൽ അരിയേ. ഇത് ഇച്ചിരി വലിപ്പത്തിലൊക്കെ അരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, ഈ രീതിയിലൊക്കെ അരിഞ്ഞ് വെക്കാം. ഇപ്പം നമ്മൾ ഈ കട്ടിയുള്ള പീസ് ഇങ്ങനെ ആക്കി വെച്ചു. ഇപ്പോൾ ഇതായിരിക്കും നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മുരിങ്ങക്കോല് പോലെ കിടക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ആക്കി വെച്ചു. അപ്പം നാട്ടിലൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ വേരിൻ്റെ ആ ഭാഗം നമുക്ക് ഇങ്ങനെ ആക്കി എടുക്കാം. പിന്നെ ബാക്കിയുള്ള ഭാഗം ഞാൻ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇത് ഇപ്പോൾ ഇച്ചിരി വലിപ്പത്തിലൊക്കെ അരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, കാരണം ഇത് നമ്മൾ നന്നായിട്ട് വേവിക്കാൻ പോവാണേ. നമുക്ക് കുഴപ്പമൊന്നുമില്ല. അവിയലിന് അങ്ങനെ തോരൻ്റെ പോലെ ചെറുതാക്കി അരിയൊന്നും വേണ്ട. അതുകൊണ്ട് തന്നെ അവിയൽ കുറച്ചുകൂടി എളുപ്പമാണ്. നമുക്ക് ശരിക്കും തോരൻ്റെ ഒരു മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ അരിഞ്ഞെടുക്കുന്ന ഒരു താമസമാണല്ലോ. അപ്പം ഇത് കുറച്ചും കൂടി എളുപ്പമാണ്, എന്നാൽ ഭയങ്കര രുചിയാണ് കേട്ടോ. ഈ തോരൻ പോലെ അല്ല ശരിക്കും ചീര അവിയൽ, ശരിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരുപാട് എന്താ പറയുക, പഴയ ആൾക്കാരുടെ ഫുഡിനോട് നമ്മൾ അഡിക്റ്റായി പോകുന്നതിന് കാരണമാകുന്ന ഒരു വിഭവമാണിതും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ ചീരയുടെ ഗുണങ്ങൾ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, ഒരുപാട് ഗുണങ്ങളുള്ളൊരു സസ്യമാണ് ചീര. നമ്മുടെ ശരീരത്തിൽ ചെല്ലേണ്ട അത്യാവശ്യമാണ്. ആഴ്ച ഒരിക്കലെങ്കിലും ഇലക്കറികൾ ഭക്ഷിക്കണം എന്നാണ് പറയുന്നത്. അപ്പം എത്രത്തോളം കഴിക്കാമോ അത്രത്തോളം നല്ലത്. കുറഞ്ഞത് ഒരാഴ്ച ഒരിക്കലെങ്കിലും എന്തെങ്കിലും ഇലക്കറികൾ കഴിക്കുക. അപ്പോൾ അതിനകത്ത് നമ്മൾ വിവിധ തരത്തിലുള്ള വെറൈറ്റീസൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ നമുക്കങ്ങനെ വലിയ മടുപ്പും തോന്നത്തില്ല. അല്ലെ എപ്പോഴും തോരൻ തന്നെ വെക്കുവാണെങ്കിൽ ശരിക്കും മടുത്തു പോകുമല്ലോ. അപ്പം ഇതൊരു അമ്മുമ്മക്കൂട്ടാണ് ഈ അവിയൽ എന്ന് പറയുന്നത്. ശരിക്കും നമുക്ക് മടുക്കാതെ എന്നാൽ രുചിയോടെ കഴിക്കാം. ഒരു അവിയലും പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു സാമ്പാറും ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായി. നമുക്കിതിങ്ങനെ വേഗം തന്നെ അരിയാൻ കണ്ടോ. അങ്ങനെ തോരൻ അരിയുന്ന നമുക്ക് ചെറുതായിട്ടൊന്നും അല്ല അരിയുന്നത്, പെട്ടെന്ന് അരിഞ്ഞു തരാം. അപ്പം ബാക്കി ഞാൻ അരിഞ്ഞിട്ടൊന്ന് കാണിച്ചു തരാം. ഇപ്പം ഞാൻ കാണിച്ചല്ലോ. അപ്പോൾ ഈ ഇങ്ങനെയുള്ള കുറച്ച് വലിയ പീസുകളും ഇതിങ്ങനെ കോലായിട്ട് കിടക്കാനും, ബാക്കിയുള്ള ഞാൻ ഇലകൾ ഉൾപ്പെടെയുള്ള ചെറിയ തണ്ട് ഇങ്ങനെ ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുക്കുകയാണ്. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും, ഞാൻ ഇലയുടെ ആ ഭാഗങ്ങൾ കുറച്ച് അരിഞ്ഞ് വെച്ചു. ഇനി ബാക്കി ഞാൻ ആ തണ്ടിൻ്റെ കട്ടിയുള്ള ഭാഗമൊക്കെ ഞാൻ ഇതിനകത്ത് കഷ്ണമാക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്ത് ഇനി ചേർക്കുന്ന ഒരു മെയിൻ ഐറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ മാങ്ങ. കണ്ടോ, ഇത് ഞാൻ ഒരു അരമുറി മാങ്ങ, അത് ഇതുണക്കത്തെ ഒരു മാങ്ങയുടെ അരമുറിയാണ് ഞാൻ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഇത് ഇങ്ങനെ നീളത്തിൽ നമ്മൾ അവിയലിടുന്നത് പോലെ തന്നെ നീളത്തിൽ അരിഞ്ഞ് വെക്കുന്നു. കാരണം ഇതാണ് ഇതിന് ശരിക്കും പുളി കൊടുക്കുന്നത്. അവിയലിൻ്റെ ഒരു മെയിൻ പുളി കൊടുക്കുന്ന മാങ്ങ തന്നെ, നമ്മുടെ സെയിം അവിയലിൻ്റെ രീതിയിൽ തന്നെ മാങ്ങ. പിന്നെ ഇതിനകത്തൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ചക്കക്കുരു. ഇത് ഞങ്ങൾക്കിവിടെ ഫ്രോസൺ കിട്ടിയ ചക്കക്കുരു കേട്ടോ. അപ്പം നാട്ടിലൊക്കെ ഉള്ളപ്പം ഫ്രഷ് ചക്കക്കുരു ഒക്കെ ചേർക്കാം. അപ്പം ഈ ചക്കക്കുരു ശരിക്കും വേണം ചീരാവിയൽ, എന്നാലാണ് അതിൻ്റെ ഒരു ശരിക്കുള്ള രുചി വരുന്നത് കേട്ടോ. ഇല്ലാതെയും ചെയ്യാം, എന്നാലും ചക്കക്കുരു ഇട്ടുമ്പോൾ കഴിവതും ചെയ്യാൻ ശ്രമിക്കുക. അതാണ് ശരിക്കും അവിയലിൻ്റെ ഒരു രുചിയും ആ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് കൂട്ടുന്ന ഒരു ഇതാണ്. അപ്പം ഞാൻ ഇതിനിപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ ഈ കഷ്ണവും, അതായത് ഈ കട്ടിയുള്ള ഇതുണ്ടല്ലോ, നമുക്ക് നാട്ടിലൊക്കെ ആണെങ്കിൽ ആ വേരിൻ്റെ കഷ്ണമാക്കി എടുക്കാം. അപ്പം ഇതും ചക്കക്കുരുവും ഈ മാങ്ങയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് വേവിക്കാനായിട്ട് വെക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഒരു 2 മിനിറ്റ് ഒന്ന് വേവിക്കുന്ന ആ ഒരു സമയത്തിന് നമുക്കിതിനുള്ള അരപ്പ് റെഡിയാക്കിയിട്ട് വരാം. ചൂടായിരിക്കുമായിരുന്നു. ഞാൻ ഇപ്പം അതിന് വേണ്ടിയുള്ള കഷ്ണം ഇട്ടു, നമ്മുടെ മറ്റേ കോലിട്ടു, പിന്നെ നമ്മുടെ ചക്കക്കുരുവാണ് കിടക്കുന്നത്. പിന്നെ ഒപ്പം തന്നെ നമ്മളിനി മാങ്ങ ഇടാൻ പോവാണ്. കാരണം ഇതിനൊക്കെ ഒരു ചെറിയ വേവ് ഇലയേക്കാൾ കൂടുതലുണ്ടല്ലോ, അതുകൊണ്ടാണ് നമ്മളിത് ആദ്യം ചേർക്കുന്നത് കേട്ടോ. പിന്നെ അതിനകത്തൊരു ലേശം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിക്കാൻ വെക്കുകയാണ്. അധികം വെള്ളം ആവാൻ പാടില്ല, കാരണം അവിയൽ അല്ലെങ്കിൽ ഒരുപാട് അങ്ങ് ചാറോടെ ആയിപ്പോൾ. ഒരു കാൽ ഗ്ലാസ്സോളം വെള്ളം ഞാൻ ഇപ്പോൾ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. അത്ര മതി. ഇനി ഞാനിത് നന്നായിട്ട് മൂടി വെച്ച് വേവിക്കുവാണ്. ഇപ്പം ഞാൻ മൂടി വെച്ചു. ഇതിപ്പം ഒന്ന് ഒരു തിള വരുന്ന സമയത്തിനുള്ളിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഇതിനുള്ള അരപ്പ് റെഡിയാക്കി എടുക്കുവാണേ. ഇതിനകത്ത് ഞാനൊരു അരമുറി തേങ്ങ
ഞാനിവിടെ പറഞ്ഞിട്ടുള്ളൂ, എനിക്ക് ചിരവാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ അരിഞ്ഞെടുത്തിരിക്കുന്നത്. തേങ്ങ ഒരു അരമുറിയോളം തേങ്ങ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. തേങ്ങ കഷ്ണങ്ങൾ കിടക്കുന്നത്. പിന്നെ ഞാൻ അതിനകത്ത് എനിക്ക് ഉള്ളി ഇല്ലാത്തതുകൊണ്ട് അല്ലെ ഉള്ളി ഉണ്ടെങ്കിൽ ഒരു 3 ഉള്ളി ചേർത്താൽ മതി. ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു മീഡിയം സൈസ് സവോളയുടെ ഒരു 1/4 ഭാഗം അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് വേണ്ട ഇനി മെയിനുള്ള പൊടികൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ മഞ്ഞൾപ്പൊടി, നമ്മുടെ സാധാരണ പോലെ തന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മുടെ മുളക് പൊടി നമ്മൾ ആവശ്യത്തിന് ചേർക്കുന്നു. അതായത് ഒരു 1/2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർക്കുന്നു. പിന്നെ ഇനി ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാവേ. അങ്ങനെ വേണ്ട നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ മുമ്പ് പറഞ്ഞെന്ന് തോന്നുന്നു നന്നായിട്ട് അരച്ചെടുക്കണമെന്ന്. ശരിക്കും അറിയാമല്ലോ, അവിയലിൻ്റെ അരയെന്ന് പറഞ്ഞാൽ ഒരു ക്രഷ് ചെയ്തെടുക്കുന്ന ഒരു മാതിരിയാണ് കേട്ടോ. അത് തന്നെ അങ്ങനെ തന്നെ ചെയ്യാവുള്ളൂ. ഇപ്പം നമുക്ക് പീരയൊക്കെ ഉള്ളതുകൊണ്ട്, പീരയൊക്കെ ആണ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് ജസ്റ്റ് ഒരു അരച്ചാൽ മതി, ഈ കൂട്ടൊക്കെ കൂട്ടിയിട്ട്. അല്ലാതെ കട്ടിയായിട്ടങ്ങ് അരച്ച് എന്താ പറയുക, നമ്മൾ ഈ അരച്ചുകറിയൊക്കെ വെക്കുന്നതൊക്കെ ആവല്ലോ കേട്ടോ. അതറിയാമല്ലോ, അവിയലിന് ഉള്ള രീതിയിൽ അരച്ചെടുക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. പിന്നെ നമ്മുടെ വേണ്ട ഇല റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇല ഇടുന്ന ഒരു ചടങ്ങാണ് അടുത്തത്. തിളച്ചിട്ടുണ്ട്. ഇതിപ്പം ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ കൊണ്ടാണ് ഇപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ ഇത് ഒരുവിധം ഒരു പകുതിക്ക് മേലെ തന്നെ വേവായിട്ടുണ്ട്. അപ്പം നമുക്കിപ്പോൾ തന്നെ ഇതങ്ങ് ഇട്ടേക്കാം. അല്ലാതെ ഒരുപാട് അത് വേവണമെന്നും പറഞ്ഞ് നോക്കി നിൽക്കുകയൊന്നും ചെയ്യണ്ട. നമുക്കിപ്പോൾ തന്നെ അങ്ങ് ഇട്ടേക്കാം. ബാക്കി വേവ് ഈ ഇലയുടെ കൂടെ കിടന്നങ്ങ് വെന്തോളും. എന്നിട്ട് ഇലയൊന്ന് അടച്ചു വെക്കുന്നു. ഇതൊന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നാണ് ഇത് ആവി കയറി പെട്ടെന്ന് വെന്തോളും. ഇനി നമ്മൾ പതുക്കെ ഒന്ന് ഇളക്കി തുടങ്ങുക കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇളക്കി എല്ലാം ഒന്നുകൂടെ ഇലയൊക്കെ ഒന്ന് താഴോട്ടാക്കി ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് മൂടി വെക്കുവാണേ. ഇല ശരിക്കും ഒന്നും ആയിട്ടൊന്നുമില്ല, അതുകൊണ്ട് ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് മൂടി വെക്കുക. നമുക്കൊരല്പം ഉപ്പിട്ട് കൊടുക്കാം ഈ ഒരു സമയത്ത്. ഇതുവരെ നമ്മൾ ഉപ്പിട്ടിട്ടില്ലല്ലോ. ഉപ്പിടുമ്പോൾ കുറച്ചുകൂടെ പെട്ടെന്നൊന്ന് വാടിയൊക്കെ കിട്ടും. ഒരു എന്താ പറയുക, ഒരു 1/4 ടേബിൾ സ്പൂൺ ഉപ്പിട്ടു. ഇച്ചിരി അത്യാവശ്യം ഉപ്പ് വേണം, നമ്മൾ തോരൻ ഇടുന്ന കണക്കല്ല. കാരണം ഇപ്പം മാങ്ങയൊക്കെ ഇട്ടുകൊണ്ട് പുളിയുണ്ടല്ലോ, അതുകൊണ്ട് ഇത്തിരി ഉപ്പിട്ടു. പോരാത്ത നമുക്ക് പിന്നീട് ചേർക്കാം. പിന്നെ നമ്മളിതിങ്ങനെ അടച്ചു വെക്കുവാണേ. ഇപ്പം നമ്മുടെ ഇലയെല്ലാം നന്നായിട്ട് വെന്തു കേട്ടോ. അത് ഇലയിലേയും കൂടെ കുറച്ച് വെള്ളമൊക്കെ അതിങ്ങനെ മാറിയിട്ടുണ്ട് കേട്ടോ, ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ അരപ്പിടുവാണേ. ഇനി അരപ്പിടിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം. അരപ്പിട്ടിട്ട് നമ്മളൊന്ന് മൂടി വെക്കുവാണേ. അങ്ങനെ ഞാൻ നമ്മുടെ കണ്ടോ നന്നായിട്ട് ആവിയൊക്കെ പൊങ്ങി വരുന്നു. അപ്പോൾ നമ്മുടെ തേങ്ങയ്ക്ക് ഒരു ചൂടൊക്കെ ചെന്നു, ഒന്ന് ആവിയിൽ വെന്തു തേങ്ങ. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് കുഴക്കുകയാണ് കേട്ടോ, നന്നായിട്ട് യോജിപ്പിക്കുന്നു. അങ്ങനെ നമ്മുടെ ചീര അവിയൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ശരിക്കും നാട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ ഒരു എന്താ പറയുക, ഒരു മെമ്മറി മാത്രമാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ചീരയൊക്കെ കിട്ടാൻ തുടങ്ങിയതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ചും കൂടെ ഒക്കെ ഒരു സമാധാനം, ഇങ്ങനെയൊക്കെ ഉപയോഗിച്ച് കഴിക്കാമല്ലോ. ഇല്ലെങ്കിൽ ശരിക്കും ഇതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ. അതുകൊണ്ട് നാട്ടിലുള്ളവരൊക്കെ ഇത് ഉണ്ടാക്കി കഴിച്ചോളൂ എപ്പോഴും. പിന്നെ ഇവിടെ ഉള്ളവരിങ്ങനെ വാങ്ങാൻ കിട്ടുമ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കുക. ഇനിയിപ്പോൾ നമ്മുടെ ചീര അവിയൽ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനത്തെ സംഭവം ചേർക്കേണ്ട എന്നാന്ന് വെച്ചാൽ ഒരു 4 കറിവേപ്പില ഉണ്ടെങ്കിൽ ഇടുക. പിന്നെ പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത്, ഇതുവരെ നമ്മൾ എണ്ണ ചേർത്തിട്ടില്ല ഈ ഒരു സംഭവത്തിന്, ഈ ഒരു വിഭവത്തിന്. അപ്പോൾ നമ്മളിങ്ങനെ എണ്ണയും കൂടെ ചേർത്ത്, ഞാൻ പച്ച വെളിച്ചെണ്ണ ചേർക്കുന്നത് കേട്ടോ, അത്രേ ഉള്ളൂ. ചേർത്ത് മൂടി വെച്ചേക്കുവാണ്. ഇനി കഴിഞ്ഞു, നമ്മുടെ ചീരാവിയൽ റെഡിയായി. ഇനി നമുക്ക് ഉപ്പൊന്ന് നോക്കണം എങ്ങനെ ഉണ്ടെന്ന്. ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് തുറന്നേക്കാം. ഈ വെളിച്ചെണ്ണയുടെ ഒരു സംഭവം എല്ലായിടും ഒന്ന് എത്തിക്കോട്ടെ. വെളിച്ചെണ്ണയും കറിവേപ്പിലയൊക്കെ ആയിട്ട് ഒന്നിരുന്നോട്ടെ. നമ്മൾ തുറന്നിട്ടുണ്ട് കേട്ടോ. പിന്നെയും ചീരവിയൽ ഇടം വരെ നോക്കട്ടെ. ഉപ്പൊന്ന് നോക്കുവാണ്. ഉപ്പ് കുറവുണ്ട്, ഉപ്പ് ഇച്ചിരി ചേർക്കണം. പുളിയൊക്കെ ആവശ്യത്തിനുണ്ട്. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു 1/4 സ്പൂണോളം ഇച്ചിരി ഉപ്പ് ചേർക്കുകയാണ്. ഇത്ര വേണം.
പുളിയും കൂടെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഉപ്പ് വേണ്ടി വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് തോരനൊക്കെ ആകുമ്പം ഇലയ്ക്ക് വലിയധികം ഉപ്പിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത് സൂക്ഷിച്ചാൽ മതി. നല്ല ടേസ്റ്റി ചീര അവിയൽ റെഡി ആയിട്ടുണ്ട്. ഒന്ന് നോക്കി, നല്ല മണം വരുന്നില്ലേ? അതിൻ്റെ കെട്ടിയോൻ്റെ സ്പെഷ്യലാണ് കേട്ടോ. എന്നാ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. നാട്ടിൽ ചീര അവിയൽ വെക്കുന്ന മണം വരുന്നുണ്ടെന്ന്. അങ്ങനെയുണ്ടോ? സൂപ്പർ. ഓക്കെ, അപ്പം ശരി. എന്നാൽ നമുക്ക് ചീര അവിയൽ കഴിഞ്ഞ് നമ്മളിനിയിപ്പോൾ വൈകിട്ട് അത്താഴത്തിലേക്ക് ഒരു മെയിൻ ഐറ്റമാണ് കേട്ടോ ഇത്.